യെസ് ഗൈസ്, കിസിക് ലിറിക്കൽ വീഡിയോ ഫ്രം പുഷ്പ 2. നമ്മൾ ഒരുപാട് കാലമായിട്ട് ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ട് ഇങ്ങനെ കൊതിച്ചിരിക്കുകയായിരുന്നു എപ്പോഴാണ് റിലീസ് എന്ന് പറഞ്ഞിട്ട്. സോ ഇന്നലെ കൃത്യം 7 മണിക്ക് പാട്ട് റിലീസായിട്ടുണ്ട്. അതിന്റെ ഹിന്ദി, തെലുങ്ക്, തമിഴ് ഒക്കെ റിലീസായി. ഞാനത് ഇന്നലെ റിയാക്ട് ചെയ്യണമെന്ന് വിചാരിച്ചാണ്, പക്ഷെ എനിക്ക് ഇതിന്റെ മലയാളം ആയിരുന്നു വേണ്ടത്. ബിക്കോസ് നമ്മൾ ഈ പാട്ട് കേൾക്കുന്ന സമയത്ത് ഇതിന്റെ ലിറിക്കൽ കറക്റ്റായിട്ട് മനസ്സിലാക്കണം. അത്രമാത്രം ഉള്ള ഒരു ലിറിക്കൽ സോങ് ആണ് ഇതാണ് ആൾക്കാർ പറയുന്നത്. ബിക്കോസ് ഊണ്ടവാമാമ നമ്മൾ കേട്ടതാണ്, അത് വേറെ തന്നെ ഒരു പാട്ടാണ്. അത് നമ്മൾ എൻജോയ് ചെയ്തു, വൈറലായി, പാൻ ഇന്ത്യ ലെവലിൽ. അതിൽ സമാന്ത ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല, അത് വേറെ ലെവൽ പാട്ടായിരുന്നു. സോ അതേപോലെ ഇപ്പൊ ശ്രീലീലയാണ് വന്നിട്ടുള്ളത് സമന്തക്ക് പകരമായിട്ട്. സോ കിസിക് സോങ് ആണ് ഇപ്പൊ നമ്മൾ കാണാൻ പോകുന്നത്. സോ ഗൈസ്, ലെറ്റ്സ് ഗോ ആൻഡ് വാച്ച് കിസിക്. ആൻഡ് ബോയ്സ് ആൻഡ് ഗേൾസ് ആൻഡ് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, വെൽക്കം ബാക്ക് ടു ബാൾഡ് ആൻഡ് ബിയേർഡ് റിയാക്ട്സ്. Let's start Kisik here. എല്ലാരും വന്നിട്ടുണ്ടല്ലോ പാർട്ടിക്ക്. എല്ലാരും എത്തിയിട്ടുണ്ട്. സെറ്റാണ് Kisik. Sukumar writings, okay. Kisika. Dancing Queen Srilila. Samantha. Beat വേറെ ലെവൽ man. Allu Arjun. I can start. Yes man. DSP സാധനം, ബീറ്റ് സോ ഗുഡ്. എടടാ 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 മാമൻ വന്നു എടടാ. എടടാ 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 മച്ചാൻ വന്നു എടടാ. ഏട്ടൻ വന്നു എടടാ, കുട്ടൻ വന്നു എടടാ. ഗൈസ്, ലിറിക്സ് ആണ് ഞാൻ പറഞ്ഞതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യം. ഞാൻ തമിഴിൽ കേട്ടിട്ടുണ്ടായിരുന്നു കുറച്ച്, ബട്ട് അത് വേറെ തന്നെ ആയിരുന്നു. പക്ഷെ മലയാളത്തില് ഇറ്റ്സ് ഓക്കെ. ലെറ്റ്സ് സീ അഗൈൻ. കൂട്ടര് വന്നു എടടാ, നാട്ടാര് വന്നു എടടാ, അറിയുന്നോരും അറിയാത്തോരും കൂട്ടമായി വന്നു എടടാ. അവനോട് മുഴുവൻ ഇവനോട് മുഴുവൻ ആൽബം ആക്കിക്കോടാ. എടച്ചക്ക നമ്മുടെ ഫോട്ടോ മാത്രം ലോക്കറിലാക്കിക്കോടാ. ഇനി അറിയാതെ ഈ കിസുക്കുകൾ തപ്പേ നടി വരുമോനെ, തപ്പേ നടി വരുമേ, ചപ്പ ചപ്പ തപ്പേ നടി വരുമേ. തപ്പേ നടിയാ, തപ്പേ നടി വരുമോനെ, തപ്പേ നടി വരുമേ, ചപ്പ ചപ്പ തപ്പേ നടി വരുമേ. ടപ്പേ നടി വരും. ടപ്പേ നടി വരുന്നാന്ന് പറഞ്ഞു. ഓക്കെ, ലെറ്റ്സ് സീ. പ്രിയ ജേസൺ, I don't know who is she. സിജു തുറവൂർ. ഈ സിജു തിരുവൂറാണ് ഭയങ്കര. ജസ്റ്റ് ട്രാൻസ്ലേഷൻ ആണ്. This is hitting really good, huh? Datum. ലിറിക്സ് ഇനിയുണ്ട് വരാൻ. ഫോട്ടോ എടുക്ക് തോളിലൊരുമ്മ നോക്കി ഒന്ന്. എന്തോ ആടേ, വെറുതെ ഹരം കേറി ഒരു ഫോട്ടോ എടുക്ക്, തോളിൽ നിന്നും കൈകൾ നീണ്ട. സിംഗിൾ ഫോട്ടോ പോയിക്കോട്ടെ. I don't know. സിജു തിരൂർ. തെലുങ്കിന്റെ റിയലി ട്രാൻസ്ലേറ്റ് ചെയ്ത് വന്നതാണ്. എല്ലാ വേഷനും ഇങ്ങനെ തന്നെയാണ്. ബട്ട് ഐ ഡോണ്ട് നോ ഇത് എത്ര ആൾക്കാർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ഐ റിയലി ഡോണ്ട് നോ. ബട്ട് ലെറ്റ്സ് സീ അഗൈൻ. ഫോട്ടോ പോയിക്കോട്ടെ, ഗ്രൂപ്പ് ഫോട്ടോ നമ്മളൊന്നായി എടുത്തതും പോട്ടെ. പക്ഷേ എന്റെ ഫോട്ടോ പബ്ലിക് ആക്കി ബാഡ് കമന്റ്സ് നീട്ടെന്നാൽ തപ്പേ നടി വരുമോനെ, തപ്പേ നടി വരുമേ. എന്തോ ആണ്. I don't know what to say, but Uvanta Mava way better than this. I don't know, but music is okay, yaar. Music is hitting like anything. The beat, but lyrics pakka below standard lyrics. ഏതൊരു പോസിൽ നിന്നാലും എക്സ്പോസ് ആയി ഫോട്ടോ എടുത്ത
ഏതാംഗിളിലും ഫോട്ടോ എടുത്തു ബാഡ് ആംഗിൾ നീ ആലോചിച്ചാൽ എടുത്തതെല്ലാം വെച്ചോടാ എന്നും നീ അത് കണ്ടോടാ നീ അത് കൊണ്ട് രസിച്ചോടാ അതൊക്കെ ഓക്കേടാ വെറുതെ ഫേസും പോസും മാറ്റി മറിച്ചു മോർഫിംഗ് ചെയ്തു നീ വിട്ടെന്നാൽ ടപ്പേന്നടി വരുമോനെ ടപ്പേന്നടി വരുമേ ടപ്പ ടപ്പ ടപ്പേന്നടി വരുമേ. ആരോണോ എങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ ലിറിക്സ് എഴുതാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ എത്ര പേർക്ക് ഇത് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ബട്ട് എനക്കെന്തോ അതിങ്ങനെ ദഹിക്കുന്നില്ല. ഐ ഡോണ്ട് നോ. ലെറ്റ്സ് വാച്ച് അഗൈൻ. അത്രേ ഉള്ളൂ. ഇനി ബീറ്റ് മാത്രമേ ഉള്ളൂടാ. ഓൺലി ഡും ഡും ഡും. ഇതിന്റെ ലിറിക്സ് ആരാണെന്ന് ഞാൻ നോക്കുന്നത്. തെലുങ്കിൽ കിസ് 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 കിസിക്ക്. ഏതായാലും കൊള്ളാം. കിസ് 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 കിസിക്ക്. ഒരു കാര്യം ഞാൻ പറയാം. ഊവണ്ട വാമാവ എന്നുള്ള ഒരു സോങ് ഉണ്ടല്ലോ, ആ ഒരു സോങ് എപ്പിക്, ദ വൈറൽ, ദ പാൻ ഇന്ത്യൻ സംഭവം ആയത് അത് ആ പാട്ടിനൊരു മൂഡുണ്ട്. ബിക്കോസ് അത് അങ്ങനെ തന്നെ ആ സിനിമയിൽ ക്രിയേറ്റ് ചെയ്ത് വന്നൊരു മൂഡാണ്. അതിനനുസരിച്ചുള്ളൊരു പാട്ടാണ്, ഒരു പാർട്ടി മൂഡിലേക്ക് കൊണ്ടുപോകുന്നതാണ്. ബട്ട് നമ്മൾ ആ പാട്ട് കേൾക്കുമ്പോൾ എനിക്ക് അത്രമാത്രം ഇതൊരു അരോചകമായിട്ട് അല്ലെങ്കിൽ ഒരു വൾഗാരിറ്റി ഉണ്ട് അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ബിക്കോസ് എന്തുകൊണ്ടോ അത് സമന്ത കാരനാണോ ഇനി അല്ലു അർജുന്റെ ടോട്ടൽ ആ ഒരു വൈബ് ഉണ്ടായിരുന്നല്ല, അത് കാണുമ്പോൾ നമുക്ക് എല്ലാം മറക്കും. ബിക്കോസ് എല്ലാവരും ഭയങ്കര എൻജോയ്മെന്റിലാണ്, ആ വൈബിൽ എല്ലാവരും മുഴുകി ഇരിക്കുന്നുണ്ടായിരുന്നു. ബിക്കോസ് അതുപോലെ തന്നെ സമന്തയുടെ ലുക്കും കാര്യങ്ങളും ഡാൻസും ആ ഒരു സ്വാഗും രണ്ടാളും അല്ലു അർജുന് വേറെ ലെവലായിരുന്നു സംഭവം. അതുകൊണ്ടാണ് പാൻ ഇന്ത്യ ലെവലിൽ അത് അറിയപ്പെട്ട് ഭയങ്കരമായ ഹിറ്റ് അടിച്ചത്. പക്ഷെ അത് വെച്ചിട്ട് ഇത് നോക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നില്ല അതിന്റെ 7 അയലത്ത് വന്നിട്ടില്ല ഈ പാട്ട്. ഐ എം റിയലി സോറി ടു സേ ദിസ്. ശ്രീലീല ഡാൻസിങ് ക്വീൻ ഓക്കെ ആയിരിക്കാം, ബട്ട് ഫോർ മീ സമന്ത ഈസ് ഓൾവേസ് ദ ക്വീൻ. സമന്ത ആ ഒരു പാട്ടില് ഉണ്ടാക്കി വെച്ച ഓളെന്ന് പറഞ്ഞാലും ബാക്കി എല്ലാവരും സൈഡാക്കി കളഞ്ഞു. രശ്മിക മന്ദനൻ അടക്കം സൈഡാക്കി കളഞ്ഞിട്ട് സമന്ത പാൻ ഇന്ത്യൻ ക്യൂനായി മാറി. ആ ഒരു ലെവലിലായിരുന്നു ആ പാട്ടും ഡാൻസും കൊറിയോഗ്രാഫിയും അതിന്റെ മ്യൂസിക്കും ലിറിക്സ് എല്ലാം. നമുക്ക് അങ്ങനെ ഒരു തോന്നില്ല. പക്ഷെ ഇതിലേക്ക് വരുന്ന സമയത്ത് ലുക്ക് അറ്റ് ദ ലിറിക്സ് എന്നുള്ള പറഞ്ഞാൽ ബിലോ സ്റ്റാൻഡേർഡ് ലിറിക്സ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഇത് ഞാൻ സോഷ്യൽ മീഡിയയിൽ നേരത്തെ കണ്ടു. ആക്ച്വലി കമന്റ്സ് കുറെ കണ്ടു, ഇതിന്റെ ലിറിക്സ് തീരെ പോരാ. നമ്മൾ നേരത്തെ മാർക്കോന് ഫസ്റ്റ് സിംഗിൾ ഉണ്ടാകുന്ന സംഭവം അതേപോലെ ഒരു ഫീല്, ലൈക്ക് എന്തൊക്കെയോ എഴുതി വെച്ച് മൂഡ് ഓക്കെ, അത് അങ്ങ് അത്തരത്തിലുള്ള മൂഡാണ്, പാർട്ടി മൂഡാണ്. ബട്ട് ഇത് എന്തൊക്കെയോ എഴുതി കൂട്ടിയിട്ടുണ്ട്. അറിയണം എത്ര ആൾക്കാർക്ക് ഇത് ലൈക്ക് ആവും, ഇഷ്ടപ്പെടും, ഇത് ഇഷ്ടപ്പെടുന്നവരുണ്ടാവും. പക്ഷെ എനിക്ക് എന്തോ കേൾക്കുന്ന സമയത്ത് ഇറ്റ്സ് നോട്ട് ദാറ്റ് നമുക്ക് കണ്ണിനും കാതിനും അത്ര സുഖമുള്ള സംഭവങ്ങളല്ല ഉള്ളത്. ബട്ട് ഇറ്റ്സ് ഓക്കെ. എല്ലാവരും പറയും ഓക്കെ ഇത് പാട്ടല്ല, പാട്ടിന്റെ രീതിയിൽ കാണുക എന്നുള്ളത്. ബട്ട് സ്റ്റിൽ ഓക്കെ. ബട്ട് പേഴ്സണലി എനിക്ക് ലൈക്കായില്ല, പാട്ട് ലൈക്കായിട്ടില്ല. ഞാൻ ഇതല്ല എക്സ്പെക്ട് ചെയ്ത് ഇത്രയും ആൾക്കാർ കുറെ അന്ന് 3-6 മാസത്തോളമായി, അല്ലെങ്കിൽ ആ പുഷ്പ വന്ന് അതിന്റെ ഫസ്റ്റ് ടീസറൊക്കെ വന്ന് തുടങ്ങിയപ്പോഴേ നമ്മൾ ഈ പാട്ട് എപ്പോൾ വരും, ആരാണ് ഇതിൽ വരാൻ പോകുന്ന, അവസാനം ശ്രീലീല ആണെന്ന് അറിഞ്ഞു. അവസാനം പാട്ട് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് കേൾക്കാൻ പറ്റുന്ന ആൾക്കാർ ഇങ്ങനെ വെയിറ്റിംഗ് ആയിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നില്ല സോഷ്യൽ മീഡിയയിൽ ഇത് എനിക്ക് തോന്നുന്നു നെഗറ്റീവ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അത്ര വലിയൊരു അക്സെപ്റ്റൻസ് ഇതിൽ കിട്ടിയിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഐ ഡോണ്ട് നോ. തമിഴിലും എല്ലാം ഇത് തെലുങ്കിൽ ആരാണോ എഴുതിയത് അതിന് നേരെ ട്രാൻസ്ലേറ്റ് ചെയ്ത് എല്ലാ ഭാഷകളിലേക്ക് എടുക്കുന്നതാണ്. സോ ഐ ഡോണ്ട് നോ. ബട്ട് എനിവേ വേറെ ഒന്നും പറയാനില്ല ഗൈസ്. അപ്പൊ തെലുഗുവിൽ ഇതിന് ലിറിക്സ് എഴുതിയിട്ടുള്ളത് ചന്ദ്രബോസ് ആണ് കേട്ടോ. ചന്ദ്രബോസ് എനിക്ക് തോന്നുന്നു കുറെ മെയിൻ ഒരു ലിറിസ്റ്റ് ആണ് ആര് തെലുഗു സിനിമയിൽ. പക്ഷെ തെലുഗുവിലൊരു പക്ക ഒരു തെലുഗു പഴയ 2015 2010 ഇറങ്ങുന്ന സമയത്ത് തെലുഗുവിലൊരു ഐറ്റം സോങ്ങിന്റെ ലിറിക്സ് നമുക്ക് അറിയാലോ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. ആ രീതിയിൽ എഴുതി പിടിപ്പിച്ചിട്ടുണ്ട്. ആൻഡ് DSPന്റെ മ്യൂസിക് ഇടയ്ക്കിടയ്ക്ക് ബീറ്റ് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്, അത് കേൾക്കാൻ നല്ലൊരു സുഖം ഉണ്ടായിരുന്നു. പക്ഷെ ലിറിക്സ് ഐ ഡോണ്ട് നോ എത്രമാത്രം അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന്. എനിവേ അത് തന്നെയാണ് നമുക്ക് മലയാളത്തിലേക്ക് ഇപ്പൊ കിട്ടിയിട്ടുള്ളത്. അപ്പൊ അതാണ് കിസിക് വീഡിയോ ലിറിക്കൽ സോങ്. സോ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ താഴെ കമന്റ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. സോ താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ ബീങ് ദർ ആൻഡ് കീപ് വാച്ചിങ് ആൻഡ് റിമെമ്പർ ദ നെയിം ഗൈസ്, ബാൾഡ് ആൻഡ് ബിയർഡ് റിയാക്ട്സ്.